കാബയെ പുതപ്പിക്കുന്ന മൂടുപടമാണ് കിസ്വ. എല്ലാ വർഷവും ദുൽഹജ്ജ് മാസം 9-നാണ് കിസ്വ മാറ്റുക. കിസ്വ മാറ്റുന്ന ചടങ്ങ് നാളെ നടക്കും. സ്വർണ്ണനൂലുകൾ ഉപയോഗിച്ചുള്ള ചിത്രത്തുന്നലുകളും ഖുർആൻ സൂക്തങ്ങളും കൊണ്ട് അലങ്കൃതമാണ് കിസ്വ. വിസ്തീർണം 658 ചതുരശ്ര മീറ്റർ. ഇറ്റലിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ് ഈ പട്ട്. മക്കയിലെ കിസ്വ ഫാക്ടറിയിൽ ഇത് പലവട്ടം കഴുകി മെഴുക്ക് പൂർണ്ണമായും നീക്കും. പിന്നെ കറുത്ത ചായം തേക്കും. ഇതിനുശേഷമാണ് യന്ത്രത്തറി ഉപയോഗിച്ച് കിസ്വ നിർമ്മിക്കുക. 2 തരം കാലിഗ്രഫിയാണ് കിസ്വയിലുണ്ടാവുക. കിസ്വയുടെ അരികുകളിൽ സ്വർണ്ണനൂലുകൾ കൊണ്ടുള്ള ഖുർആൻ സൂക്തങ്ങൾ, പുറത്ത് ചിത്രത്തുന്നലുകളും. ആകെ നിർമ്മാണ ചെലവ് 36 കോടി രൂപ. والحرير 670 كيلو وين كنا مرتبطين باليورو لكن احنا قد تقديريا وليس حوالي 20 الى 22 مليون. വിദഗ്ധരായ തൊഴിലാളികളാണ് കിസ്വ നിർമ്മിക്കുന്നത്. 8 മാസത്തെ കഠിനാധ്വാനം. യന്ത്രസഹായം തീരെ കുറവ്. ചിത്രത്തുന്നലുകൾ നടത്തുന്നത് പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ്. ഇത് ഒരു പാരമ്പര്യ തൊഴിലുമാണ്. ചിത്രത്തുന്നൽ വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ മേധാവി ഹസനൈൻ അൽ ഷെരീഫ് ഒരു കാലത്ത് ഇവിടെ തൊഴിലാളിയായിരുന്നു. 1927-ലാണ് കിസ്വ ഫാക്ടറി തുടങ്ങിയത്. ഇതിനു മുമ്പ് ഈജിപ്തിൽ നിന്ന് 47 കഷണങ്ങളായി കൊണ്ടുവരികയായിരുന്നു. 210 തൊഴിലാളികളാണ് ഫാക്ടറിയിൽ പ്രവർത്തിക്കുന്നത്. അഴിച്ചുമാറ്റുന്ന കിസ്വ മുറിച്ച് കഷണങ്ങളാക്കി ഇസ്ലാമിക ലോകത്തെ പ്രമുഖർക്കും സംഘടനകൾക്കും സമ്മാനമായി നൽകും. റബീഹ് മുഹമ്മദ്, മീഡിയ 1, മക്ക. മക്കയിലെ ഹജ്ജ് തീർത്ഥാടകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഖത്തർ ഇസ്ലാമിക് ആർട്ട് ഹജ്ജ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഹജ്ജിന്റെ ചരിത്രപരവും കലാപരവുമായ നിരവധി ശേഖരങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഹജ്ജിന്റെ ആചാരങ്ങളും ചരിത്രവും വളരെ സുന്ദരമായി പ്രതിപാദിക്കുന്നതാണ് ഖത്തർ ഇസ്ലാമിക് ആർട്ട് മ്യൂസിയം സംഘടിപ്പിച്ചിരിക്കുന്ന ഹജ്ജ് എക്സിബിഷൻ. ഹജ്ജ് ദ ജേർണി ത്രൂ ആർട്ട് എന്നാണ് പ്രദർശനത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോയും പുസ്തകങ്ങളും ഉൾപ്പെടെ 100ഓളം വസ്തുക്കൾ ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നു. പ്രദർശനത്തിനായി നിരത്തിയിരിക്കുന്നതിൽ ഭൂരിഭാഗവും ഖത്തറിൽ നിന്നുള്ളതാണെന്ന് എക്സിബിഷന്റെ മുഖ്യ രക്ഷാധികാരി ഡോക്ടർ മൗനിയ ഷേഖാബ് അബൂദയ വ്യക്തമാക്കി. تقريبا 30% من القطع اللي موجودة في المعرض من متحف الفن الإسلامي، من مجموعة متحف الفن الإسلامي، وفي مجموعة قطع جاية من مقتنيين خاص في قطر. മക്കയുടെ ചരിത്രപരവും സാമ്പത്തികപരവുമായ വശം, തീർത്ഥാടകരുടെ യാത്ര, ഹജ്ജിന്റെ സൗന്ദര്യാത്മകത, തീർത്ഥാടകരുടെ വാമൊഴികൾ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് പ്രദർശനം കേവലം മതപരമായ രീതിയിൽ പരിമിതപ്പെടുത്തിയിട്ടില്ലെന്നും ഹജ്ജിന്റെ സൗന്ദര്യാത്മകത കൂടി പരിഗണിച്ചിട്ടുണ്ടെന്നും ഇസ്ലാമിക് മ്യൂസിയം പ്രൊജക്ട് മാനേജർ ഷെയ്ഖ അൽ നാസർ വ്യക്തമാക്കി. ما نقدر ننكر أن موضوع الحج موضوع ديني بس احنا حاولنا نركز على الناحية الفنية. സൗദി കലാകാരൻ അഹമ്മദ് മാത്തറിന്റെ മാഗ്നറ്റിസം എന്ന കലാരൂപം സന്ദർശകരെ കൂടുതൽ ആകർഷിക്കുന്നുണ്ട്. പ്രദർശനം ജനുവരി 5 വരെ നീളുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റമീസ് ചാത്യാറ, മീഡിയ 1, ദോഹ. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് ഒമാനിൽ 188 തടവുകാരെ സുൽത്താൻ ഖാബൂസ് ബിൻ സൗദ് മാപ്പ് നൽകി മോചിപ്പിച്ചു. മോചിതരായവരിൽ 89 പ്രവാസി തടവുകാരും ഉൾപ്പെടും. ഇവർക്ക് കുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ അവസരമൊരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അബ്ദുള്ള രാജാവിന്റെ ഇളവ് കാലാവധി അവസാനിക്കാനിരിക്കുമ്പോൾ 2.5 ലക്ഷത്തിലധികം പേർ രാജ്യം വിടേണ്ടി വരുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 2 ലക്ഷം സ്ഥാപനങ്ങളെ സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തി. അബ്ദുള്ള രാജാവ് പ്രഖ്യാപിച്ച ഇളവ് കാലാവധി അവസാനിക്കുന്നതോടെ നിയമാനുസൃതമല്ലാത്ത 2,60,000 പേർ സൗദി വിടേണ്ടി വരുമെന്ന് തൊഴിൽ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. ദുൽഹജ്ജ് 30-ന് അവസാനിക്കുന്ന ഇളവുകാലത്തിന് ഇനി 21 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനിടയിൽ ഒരാഴ്ച ബലിപെരുന്നാൾ അവധിയുമാണ്. പുതിയ ഹിജ്റ വർഷം ആരംഭിക്കുന്നതോടെ തൊഴിൽ പരിശോധന കർശനമാക്കാനുള്ള മുന്നൊരുക്കങ്ങളിലാണ് സൗദി തൊഴിൽ മന്ത്രാലയം. വിവിധ വിദേശ എംബസികളും പ്രതിനിധി സംഘങ്ങളും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് 2013 ഏപ്രിൽ 6-ന് 3 മാസത്തെ ഇളവുകാലം നടപ്പ് വർഷം അവസാനം വരെ നീട്ടിയത്. ഇതിനിടെ ദശലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികൾ രേഖകൾ ശരിപ്പെടുത്തി നിയമവിധേയരായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെയായി രേഖകൾ ശരിപ്പെടുത്താത്ത 2,60,000 പേർ സൗദിയിലുണ്ടെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ജവാസാത്തും തൊഴിൽ മന്ത്രാലയവും നടത്തിയ കണക്കെടുപ്പിൽ വ്യക്തമായത്. ഇഖാമ കാലാവധി തീർന്നവരായി 12,000 പേർ രാജ്യത്ത് തങ്ങുന്നുണ്ട്. ഇവരുടെ വിരലടയാളങ്ങളും ജൈവ വിവരങ്ങളും അടങ്ങിയ പൂർണ്ണ വിവരങ്ങൾ ജവാസാത്തിന്റെ ഇലക്ട്രോണിക് സംവിധാനത്തിൽ ലഭ്യമാണ്. 63,000 തൊഴിലാളികൾ സ്പോൺസർമാരുടെ കീഴിലല്ലാതെ പുറത്തു ജോലി ചെയ്യുന്നുണ്ടെന്നുമാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്ക്. ബേക്കറി, മധുരപലഹാരങ്ങൾ, കാർപ്പറ്റ്, സിമന്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾ സൗദിയിൽ നിയമവിധേയമല്ലാതെ പ്രവർത്തിക്കുന്നുവെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. സ്വദേശികളുടെ പേരിലുള്ള ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നത് വിദേശികളാണ്. അസ്ഹൽ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്.
കുട്ടികളെ ജോലിക്ക് വെക്കുകയും സുരക്ഷാ ശുചിത്വ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്ത മക്കയിലെ പ്രമുഖ റൊട്ടി നിർമ്മാണ സ്ഥാപനത്തിനെതിരെ സൗദി വാണിജ്യ മന്ത്രാലയം നിയമ നടപടി സ്വീകരിച്ചു. റൊട്ടിയുടെ തൂക്കത്തിൽ കുറവ് വരുത്തുക, റൊട്ടി പാക്ക് ചെയ്യുന്നതിനും മറ്റും ജോലികൾക്ക് കുട്ടികളെ ഉപയോഗിക്കുക, തൊഴിലാളികൾക്ക് ആവശ്യമായ ആരോഗ്യ സർട്ടിഫിക്കറ്റ് എടുക്കാതിരിക്കുക എന്നീ കുറ്റങ്ങളാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ പരിശോധനാ വിഭാഗം കണ്ടെത്തിയത്. ലോക ഇസ്ലാമിക് ബാങ്കിംഗ് സമ്മേളനം ഡിസംബർ 3 മുതൽ 6 വരെ ബഹ്റൈനിൽ നടക്കും. പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ രക്ഷാധികാരത്തിൽ ബഹ്റൈൻ സെൻട്രൽ ബാങ്കിന്റെ സഹകരണത്തോടെ നടക്കുന്ന 20ാമത് സമ്മേളനത്തിൽ 50 രാജ്യങ്ങളിൽ നിന്ന് 1300ഓളം വ്യവസായ പ്രമുഖർ പങ്കെടുക്കും. ബഹ്റൈൻ തീവ്രവാദ ലക്ഷ്യങ്ങൾക്കായി സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത കേസിൽ 5 പേരെ 3ാമത് ഉന്നത ക്രിമിനൽ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. കേസിലെ മറ്റ് 4 പ്രതികളെ 8 വർഷം തടവിനും ശിക്ഷിച്ചതായി പബ്ലിക് പ്രോസിക്യൂഷൻ ചീഫ് ഫഹദ് അൽ ബുഐനാൻ അറിയിച്ചു. മസ്കറ്റിലെ കമ്പനിയെ കബളിപ്പിച്ച് 18 ലക്ഷത്തിൽ പരം രൂപയുമായി മലയാളി നാട്ടിലേക്ക് കടന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് നല്ലളം അരീക്കോട് സ്വദേശി സുബീഷിനെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് മസ്കറ്റ് ഇന്ത്യൻ എംബസി കോഴിക്കോട് പോലീസ് സൂപ്രണ്ടിന് കത്ത് നൽകി. മസ്കത്ത് വത്തയ്യയിൽ പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഇന്നൊവേഷൻ എന്ന നിർമ്മാണ കമ്പനിയുടെ പർച്ചേസിംഗ് ഓഫീസറായിരുന്നു സുബീഷ്. നിർമ്മാണം പുരോഗമിക്കുന്ന ചില സൈറ്റുകളിലേക്ക് അടിയന്തരമായി സാധനങ്ങൾ വാങ്ങാൻ ഏൽപ്പിച്ച 11,700 റിയാലുമായാണ് ഇയാൾ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് കടന്നത്. സാധനങ്ങളുമായി ഉടൻ സൈറ്റിലെത്താമെന്ന് അറിയിച്ച് രാവിലെ പുറപ്പെട്ട സുബീഷിനെ കാണാതായപ്പോൾ സംശയം തോന്നിയ കമ്പനി അധികൃതർ വത്തയ്യ പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ഇയാൾ മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി നാട്ടിലേക്ക് കടന്നതായി വ്യക്തമായി. കമ്പനിയിൽ സൂക്ഷിക്കാനേൽപ്പിച്ച പാസ്പോർട്ട് പുതുക്കാൻ സമയമായെന്നറിയിച്ച് തലേദിവസം ഇയാൾ തിരിച്ചു വാങ്ങിയിരുന്നു. പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എംബസിയിലെ സാമൂഹ്യക്ഷേമ വിഭാഗം അറ്റാഷെ ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് SP-ക്ക് കത്തയച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ പോലീസ് അധികൃതർ കേസ് ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്ന് കമ്പനി വൈസ് ചെയർമാൻ തമീം അൽ ബുസൈദി മീഡിയ വണ്ണിനോട് പറഞ്ഞു. That the Indian embassy or the Indian police stations in India could be work on this, and we hope that we can find the solution to solve these kind of problems. ഇന്ത്യയിലെ ഒമാൻ അംബാസിഡറുടെ ബന്ധുക്കളുടേതാണ് കമ്പനി എന്നതിനാൽ നയതന്ത്ര തലത്തിലും സുബീഷിനെ പിടികൂടാനുള്ള സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. സുബീഷ് ചെന്നൈയിലാണെന്നാണ് മസ്കത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ കമ്പനിയെ അറിയിച്ചത്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ, മസ്കത്ത്. ഖത്തറിൽ വരാനിരിക്കുന്ന വലിയ പദ്ധതികൾക്കായി കൂടുതൽ വിദേശ തൊഴിലാളികളെ ആവശ്യമായി വരുമെന്ന് ഖത്തർ തൊഴിൽ വകുപ്പ് മന്ത്രി അബ്ദുള്ള സലേഹ് അൽ ഖുലൈഫി വ്യക്തമാക്കി. ഇതിനായി ഇന്ത്യ ഉൾപ്പെടെ 30 രാജ്യങ്ങളുമായി കരാർ ഒപ്പിട്ടു. വിദേശ തൊഴിലാളികൾക്കായി കൂടുതൽ വിനോദ പരിപാടികളും ഷോപ്പിംഗ് മാളുകളും നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനികൾ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തറിൽ കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. 16-കാരനായ സൗരഭ ഗുപ്ത, അരുൺ ജോസ് എന്നിവരെയാണ് 3 ദിവസം മുമ്പ് കാണാതായത്. ബുധനാഴ്ച MES സ്കൂളിലാണ് ഇവരെ അവസാനമായി കണ്ടത്. കുട്ടികളെ കണ്ടെത്തുന്നവർ 55 82 61 33 എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് രക്ഷകർത്താക്കൾ അറിയിച്ചു. പെരുന്നാളിനോടനുബന്ധിച്ച് ഡ്രീംസ് അറേബ്യ എന്ന പേരിൽ കലാസന്ധ്യ സംഘടിപ്പിക്കുമെന്ന് ദോഹ വേവ്സ് കമ്പനി ചെയർമാൻ മുഹമ്മദ് ത്വയ്ബ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലയാള സിനിമയിലെയും മാപ്പിളപ്പാട്ട് രംഗത്തെയും മികച്ച കലാകാരന്മാർ അണിനിരക്കുന്ന പരിപാടി ഓൾഡ് ഐഡിയൽ സ്കൂളിലെ ഗ്രൗണ്ടിൽ വെച്ച് ഈ മാസം 18-ന് നടക്കും. അമാനുല്ല വടക്കാങ്ങര, അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഖത്തർ KMCC-യുമായി സഹകരിച്ച് നോർത്ത് കമ്മ്യൂണിറ്റി പോലീസ് വിഭാഗം നിർമ്മാണ തൊഴിലാളികൾക്കായി സാംസ്കാരിക പരിപാടി സംഘടിപ്പിക്കുന്നു. ഈദ്ഗാ ചന്ദ് എന്ന പേരിൽ നടത്തുന്ന പരിപാടിയിൽ മലയാളം, ഹിന്ദി, ഉറുദു, നേപ്പാളി, തമിഴ് എന്നീ ഭാഷകളിലായി വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറും. രാജ്യത്തിനൊപ്പം ഈദ് ആഘോഷിക്കാൻ വിദേശികൾക്കും സാധിക്കുക എന്ന ഉദ്ദേശത്തിലാണ് പരിപാടി നടത്തുന്നതെന്ന് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ലഫ്റ്റനന്റ് ഷഹീൻ റാഷിദ് അൽ അതീഖ് അൽ ദോസ്രി അറിയിച്ചു. ആഗോള മുതലാളിത്തം എല്ലാ മനുഷ്യബന്ധങ്ങളെയും മൂല്യങ്ങളെയും അട്ടിമറിക്കുന്നുവെന്ന് കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറി P. അപ്പുക്കുട്ടൻ പറഞ്ഞു. സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നവരായി സമൂഹത്തെ മാറ്റുന്നതിന് ഇത് കാരണമാകും. അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും മനുഷ്യസ്നേഹത്തിലൂന്നിയ സാഹിത്യ മൂല്യങ്ങളെ പരിപോഷിപ്പിക്കുവാനും ശ്രമിച്ച് വിജയിച്ച കവികളായിരുന്നു കുമാരനാശാനെയും തകഴിയെയും പോലുള്ളവരെന്നും അദ്ദേഹം പറഞ്ഞു. പുരോഗമന സാഹിത്യം ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ അബുദാബി ശക്തി തിയേറ്റേഴ്സ് സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തി തിയേറ്റേഴ്സ് പ്രസിഡന്റ് ബീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കേരള സോഷ്യൽ സെന്റർ ജനറൽ സെക്രട്ടറി ജയകുമാർ, മോഹനൻ, രൂപേഷ്, റഫീഖ് അലി തുടങ്ങിയവർ ആശംസകളും അർപ്പിച്ചു. സലാലയിലെ പ്രവാസി ടീമുകൾ പങ്കെടുത്ത ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഫാസ് അലുമിനിയം ടീം വിജയിച്ചു.
സലാലയിലെ 8 പ്രവാസി ഫുട്ബോൾ ടീമുകൾ മാറ്റുരച്ച സലാല ഫുട്ബോൾ പ്രീമിയർ ലീഗിൻ്റെ ഫൈനലിൽ ഫാസ് അലൂമിനിയം ജേതാക്കളായി. ഔക്കത്തിലെ സലാല ക്ലബ് സ്റ്റേഡിയത്തിൽ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ സഡൻ ഡെത്തിലൂടെയാണ് SFC സലാലയെ ഫാസ് അലൂമിനിയം കീഴടക്കിയത്. കാൽപന്ത് കളിയുടെ എല്ലാ ആവേശവും സൗന്ദര്യവും നിറഞ്ഞ മത്സരം കാണികൾക്ക് അവിസ്മരണീയ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. SFCയുടെ മുസ്തഫയാണ് മാൻ ഓഫ് ദി മാച്ച്. നൂർ നവാസിനെ ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനായും ജംഷീർ അലിയെ മികച്ച ഗോൾ കീപ്പറായും ടി റീമയെ മികച്ച ടീമായും തിരഞ്ഞെടുത്തു. അസ്കർ അലിയാണ് ടോപ്പ് സ്കോറർ. വിജയികൾക്ക് സലാല ക്ലബ് ബോയ്സ് ചെയർമാൻ സെയ്ദ് അവാദ് ബൈ സെയ്ദ്, ISC ചെയർമാൻ മൻപ്രീത് സിംഗ്, മലയാളം വിഭാഗം കൺവീനർ മോഹൻദാസ് തമ്പി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അമീൻ ഫറക് ദഹേഷ്, CPM നായർ, ഷബീർ കാലടി, PK അബ്ദുൾ റസാഖ് എന്നിവർ അതിഥികളായിരുന്നു. ചടങ്ങിൽ പവിത്രൻ സ്വാഗതവും മൻസൂർ നന്ദിയും പറഞ്ഞു. നേരത്തെ പ്രവാസി വെറ്ററൻസ് മത്സരവും നടന്നിരുന്നു. മീഡിയ 1 സലാല. തിരൂർ തിരുനാവായ പട്ടണക്കാവ് സ്വദേശി ഹുസൈൻ പരിയാരത്തു സലാലയിൽ നിര്യാതനായി. 34 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങാൻ കിടന്ന ഇദ്ദേഹത്തെ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. അറേബ്യൻ ട്രേഡിംഗ് കമ്പനി ജീവനക്കാരനായ ഇദ്ദേഹം കഴിഞ്ഞ 4 വർഷത്തിലധികമായി സലാല എയർപോർട്ടിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഖദീജയാണ് ഭാര്യ. മക്കളില്ല. സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഒരിടവേള കൂടി.